ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ദേശീയപാത 66 വികസനം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് താഴേച്ചേളാരി മുതൽ VK പടി വരെയാണ്. ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അണ്ടർപാസുകൾ അടുപ്പിച്ചു വന്നിരിക്കുന്നത്. ദേശീയപാത 66 വികസനത്തിൽ മലപ്പുറം റീച്ചിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർപാസുകളും ഓവർപാസുകളും ടൗണുകളിൽ കൂടിയാണ് കടന്നുപോയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ടൗണുകളും കവർ ചെയ്യുന്നത് സർവീസ് റോഡിൽ കൂടിയാണെന്ന് മാത്രം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് താഴേച്ചേളാരി അണ്ടർപാസിൻ്റെ അവിടെയാണ്. അപ്പോൾ താഴേച്ചേളാരി അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നത് പടിക്കലാണ്. പടിക്കൽ അണ്ടർപാസാണ് നിർമ്മിച്ച് രണ്ട് ഭാഗത്തും റീറ്റെയിനിങ് വാളിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അവിടെ പടിക്കൽ അണ്ടർപാസിൻ്റെ അവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ പൂർണ്ണമായി കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ താഴേച്ചേളാരി ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ, പടിക്കൽ ഭാഗത്തേക്ക്. അപ്പോൾ ഈ ഭാഗത്താണ് ഇനി മണ്ണിട്ട് ഫുള്ളായിട്ട് ഉയർത്താനുള്ളത്. ഇവിടെയൊക്കെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പടിക്കൽ ഭാഗത്തുള്ള അണ്ടർപാസ് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായി കാസ്റ്റിങ്ങും കഴിഞ്ഞിരിക്കുന്നു. അണ്ടർപാസിൻ്റെ മറുഭാഗം പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനുള്ളത് പടിക്കൽ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്താണ് കേട്ടോ. അണ്ടർപാസിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാറിൻ്റെ വർക്കും അതുപോലെ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. ഇത് മറുഭാഗം എന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴേച്ചേളാരി കാണും. ഈ ഭാഗത്താണ് ഇനി മണ്ണിട്ട് ഉയർത്തേണ്ടത്. ഇതിൻ്റെ അടുത്ത ഭാഗത്തുള്ള സ്ഥലം ഫുള്ളായിട്ട് താഴ്ന്ന പ്രദേശമായിരുന്നു. അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു വളവുണ്ടായിരുന്നു നിലവിലെ റോഡ്. അത് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം തന്നെ ഉള്ളൂ ഈ പടിക്കൽ ഭാഗത്ത്. അല്ലാണ്ട് ആ വളവ് പൂർണ്ണമായിട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഈ റോഡ് കണ്ടാൽ തന്നെ അറിയും എങ്ങനെയാണ് ചേളാരി ഭാഗത്തേക്ക് റോഡ് പോയിരിക്കുന്നത് എന്നുള്ളത്. അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഇനി മാസ്റ്റിക് ഷീറ്റിൻ്റെ വർക്ക് നടക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ BMൻ്റെ വർക്ക് നടക്കുകയുള്ളൂ. അതുകൂടാതെ അണ്ടർപാസും പിന്നെ അതുപോലെ തന്നെ അപ്രോച്ച് റോഡ് ചേർന്ന സ്ഥലത്ത് കുറച്ച് വർക്ക് നടക്കാണ്ട്. പിന്നീട് അങ്ങോട്ട് ഫുള്ളായിട്ട് 6 വരി പാതയുടെ വീതിയുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബാണ് ക്രാഷ് ബാരിയറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് ഇവിടെയൊക്കെ ഡിവൈഡറിൻ്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത്. ഇതുവരെയായിട്ടും മലപ്പുറം റീച്ചിൽ ഒരു അണ്ടർപാസിൻ്റെ മുകൾ ഭാഗമോ ഒരു ഓവർപാസിൻ്റെ അടിഭാഗമോ ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. പടിക്കൽ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ നല്ല രീതിയിൽ തന്നെ വൈഡനിങ് നടന്നിട്ടുണ്ട്. പിന്നീട് ഇവിടെ ഒരു ഭാഗത്ത് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് മണ്ണിട്ട് ഉയർത്താനുള്ള പ്രദേശമാണ്. അപ്പോൾ ഇവിടെ പാലക്കൽ ഭാഗത്ത് എന്ന് വെച്ചാൽ വെളിമുക്ക് പാലക്കൽ ഭാഗത്ത് ഒരു ചെറിയ അണ്ടർപാസ് വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാത 66 പഴയ അലൈൻമെൻറ്റിൽ ഈ അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. അതുകൂടാതെ ഈ വലത് ഭാഗത്തൊക്കെ വളരെ താഴ്ന്ന പ്രദേശമാണ്. ഇവിടെയൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ റോഡിന് കുറുകെ കൾവേർട്ടിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പിന്നീട് ഇതിൽ കൂടെ സർവീസ് റോഡ് കടന്നു പോവുക. അപ്പോൾ ഈ സർവീസ് റോഡ് കഴിഞ്ഞിട്ട് പിന്നീട് ഇതിൽ കൂടെയാണ് റീറ്റെയിനിങ് വാളിൻ്റെ വർക്ക് നടക്കാനുള്ളത്. പിന്നെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരിക കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസാണ് വരുന്നത് വെളിമുക്കിൽ. അത് ഇവിടുന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അപ്രോച്ച് റോഡ് ആരംഭിക്കുന്നതാണ്. ഈ പ്രദേശമൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തി വരേണ്ടതാണ്. ഇവിടെ റോഡിന് കുറുകെയുള്ള കൾവേർട്ടിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ കൂരിയാട് പാടത്ത് കണ്ടില്ലേ കൾവേർട്ടിൻ്റെ നിർമ്മാണം, അതേ രീതിയിൽ തന്നെയാണ്. സൈഡിൽ ചെറിയ ബോക്സ് കൾവേർട്ട് വെച്ചിട്ട് അതിൽ ഹ്യൂം പൈപ്പാണ്. ഇതാണ് ഹ്യൂം പൈപ്പ് ഇടുക. ഇത് മുഖാന്തരമാണ് വെള്ളം താഴെയുള്ള കൾവേർട്ടിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ ഈ കോൺക്രീറ്റ് വാളിനോട് ചേർന്നിട്ടാണ് ബോക്സ് കൾവേർട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അതിൽ കൂടെ വരുന്ന വെള്ളം നേരെ ഈ ഹ്യൂം പൈപ്പ് മുഖാന്തരം താഴെയുള്ള കൾവേർട്ടിലേക്ക് ഇറങ്ങും. അപ്പോൾ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ടാണ് ഇനി ബോക്സ് കൾവേർട്ട് വെക്കാനുള്ളത്. പിന്നീട് ഇവിടെ നിന്നാണ് ഓവർപാസിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡ് ആരംഭിക്കുന്നത്. ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയ രണ്ട് ഭാഗത്തും ഷോർട്ട് ഗേറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡിവൈഡർ വെച്ചിരിക്കുന്നത് റീകാസ്റ്റ് ചെയ്തതാണ്. ഇവിടെയൊക്കെ ഏകദേശം 6 വരിപ്പാതയുടെ വീതിയിലുള്ള BMൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. വെളിമുക്ക് ഓവർപാസിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ട് മുകൾ ഭാഗം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇവിടെ അണ്ടർപാസിൻ്റെ ഏകദേശം വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. രണ്ട് ഭാഗത്തും കണ്ടോ ഫുള്ളായിട്ട് ഷോർട്ട് ഗേറ്റിൻ്റെ വർക്ക് കഴിഞ്ഞാണ്. ഇവിടെ കഴിഞ്ഞ് ഡിവൈഡറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. ചില സ്ഥലത്തൊക്കെ അണ്ടർപാസിൻ്റെ ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല. അതിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഷോർട്ട് ഗേറ്റിൻ്റെ വർക്ക് നടക്കാനുണ്ടാവും. ഇവിടെ നിന്ന് അങ്ങനെയല്ല, ഇവിടെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞതാണ്. ഇനി വെളിമുക്ക് ഓവർപാസിൽ നിന്നും നമ്മൾ നേരെ ചെന്ന് കയറാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലപ്പാറ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് 6 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞാണ്. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയർ വർക്കും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗങ്ങളിൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയൊക്കെ ഡിവൈഡറിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി ചെല്ലുന്നത് തലപ്പാറ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തേക്കാണ്.
ഈ തലപ്പാറ വർക്ക് കുറേ മുമ്പ് കഴിഞ്ഞാട്ട് അണ്ടർപാസിൻ്റെ വർക്ക്. പക്ഷെ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് വർക്കുകൾ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. തലപ്പാറ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗങ്ങളിൽ ഇനി മണ്ണിട്ട് ഉയർത്താനുള്ളതാണ്. ഇവിടെ 2 ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ഇവിടുന്ന് അലൈൻമെൻറ്റിലൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പിന്നീട് പാടങ്ങൾ കൂടെയാണ് ദേശീയപാത 66ൻ്റെ അലൈൻമെൻറ്റ് കടന്നു പോകുന്നത്. ഈ ഭാഗത്തൊക്കെ റീറ്റെയിനിങ് വാളിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കുറേ മുൻപ് നടന്നാണ്. പിന്നീട് കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല. അതിനോട് അനുബന്ധിച്ചിട്ടുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടത്ത് പുതിയതായിട്ട് വരുന്നൊരു 6 വരി പാലമുണ്ട്, അതിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് തലപ്പാറ അണ്ടർപാസ് വന്നിരിക്കുന്നത്. അണ്ടർപാസ് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് കണ്ട സ്ഥലമാട്ടോ അത്. ഇവിടെയാണ് ഇനി വർക്ക് നടക്കാനുള്ളത്. പിന്നീട് ഈ റോഡ് കടന്നു പോകുന്നത് വയൽ പ്രദേശങ്ങൾ കൂടിയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു 6 വരി പാലം വരുന്നുണ്ട്. അതിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളായിട്ട് ഗേർഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് നടക്കുകയാണ്. അതുകൂടാതെ ഈ ഭാഗത്ത് ഇപ്പം സൈഡിൽ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ്. പിന്നെ ഈ പാലത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. പാലത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് സർവീസ് റോഡും ഉള്ളത്. ഇപ്പം നിലവിൽ 6 വരി പാതയുടെ വീതിയുള്ള വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ. സർവീസ് റോഡിനുള്ള അവിടെ ഗേർഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ 2 ഭാഗത്തും വയൽ പ്രദേശമായതുകൊണ്ട് നിലവിലെ റോഡിൻ്റെ താഴെ ചെറിയ കൾവേർട്ട് ഉണ്ട്. ആ കൾവേർട്ട് പൂർണ്ണമായിട്ട് പുതിയ അലൈൻമെൻറ്റ് പ്രകാരം ഏറ്റെടുത്ത സ്ഥലത്ത് ജോയിൻ്റ് ആക്കി വരുന്നുണ്ട്. പിന്നീട് തലപ്പാറ അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പറമ്പിലാണ്. പ്രദേശത്ത് വലിയൊരു കുന്നുണ്ടായിരുന്നു. ആ കുന്ന് ചെറിയ തോതിൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് പിന്നീട് ഇവിടുന്ന് റോഡിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് 6 വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. 2 ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് ഭാഗത്ത് ഇതേമാതിരി പ്രീകാസ്റ്റ് ചെയ്ത ഡിവൈഡർ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ പറമ്പ് പുകയൂർ റോഡ് വന്ന് നിലവിലെ റോഡ് കയറുന്ന സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഏകദേശം വർക്കുകൾ പൂർത്തിയായതാണ്. പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇനി വർക്കുകൾ നടക്കാനുള്ളത്. കണ്ട ഏകദേശം ഇവിടം വരെയാണ് ടാറിങ് കഴിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് WMM മാത്രം ചെയ്തിട്ടുള്ളൂ. പിന്നീട് ഇവിടെ ഫുള്ളായിട്ട് കമ്പാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ചെന്ന് നിൽക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്താണ്. ഇവിടെയൊക്കെ ഇനി ഫുള്ളായിട്ട് സോയിൽ കമ്പാക്ട് ചെയ്ത് ഉയർത്താനുള്ള കേട്ടോ. ഇവിടെയൊക്കെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിലാണ് അലൈൻമെൻറ്റിൽ മാറ്റം വന്നിരിക്കുന്നത്. നേരെ നിങ്ങൾ കാണുന്നതാണ് അരീത്തോട് ഭാഗങ്ങൾ. ഇപ്പം ഞാനുള്ള അണ്ടർപാസിൻ്റെ മുകൾ ഭാഗമായിട്ട് ഇവിടുന്ന് നേരെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതാണ് തലവെട്ടി. അത് കഴിഞ്ഞിട്ട് ആ ഉയർന്ന പ്രദേശത്തു കൂടെയാണ് പിന്നീട് റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ വലിയപറമ്പ് അണ്ടർപാസ് മുതൽ തലവെട്ടി വരെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ്. അതിനോടനുബന്ധിച്ച് ഇവിടെ റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഈ ഭാഗങ്ങളാണ് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട്. ഇനി നമ്മൾ നേരെ ചെന്ന് കയറുന്നത് തലവെട്ടി ഭാഗത്താണ്. അവിടുന്ന് പിന്നീട് നേരെ അരീത്തോട്. അപ്പോൾ ഈ അരീത്തോട് ഭാഗത്ത് ആദ്യം തന്നെ 6 വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലവെട്ടി ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അരീത്തോട് ഭാഗങ്ങളാണ്. ഇപ്പോൾ ഈ വലിയ പറമ്പിൻ്റെ അവിടെ മണ്ണിട്ട് ഉയർത്തുന്നതിന് മുൻപ് തന്നെ ഈ ഭാഗത്ത് 6 വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇടത് ഭാഗത്തു കൂടെയാണ് ഇപ്പം നേരെ വലിയ പറമ്പിൽ നിന്ന് VK പടി ഭാഗത്തേക്ക് വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത്. പിന്നെ VK പടി ഭാഗത്ത് നിന്ന് നിലവിലെ ദേശീയപാത, പക്ഷേ VK പടി കഴിഞ്ഞിട്ട് കുറച്ച് മുൻപോട്ട് വന്ന് അരീത്തോട് നിന്ന് പിന്നീട് നിലവിലെ ദേശീയപാതയെ കൂടി തന്നെയാണ് നേരെ വലിയപറമ്പ് ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നതും. ഇവിടെ റോഡിന് കുറുകെ ഒരു കൾവണ്ട് നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ഇവിടുന്ന് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് നേരെ VK പടി അണ്ടർപാസിൻ്റെ അങ്ങോട്ട് പോകുന്നത്. അതിനോടനുബന്ധിച്ച് ഇവിടെ റീറ്റെയിനിങ് വാളിൻ്റെ വർക്കൊക്കെ നടക്കുന്നു. ഇതിപ്പോൾ വലിയപറമ്പ് ഭാഗത്ത് നിന്ന് വരുന്ന സർവീസ് റോഡാണ് കേട്ടോ. ഇതിൽ കൂടെയൊക്കെയാണ് ഫുള്ളായിട്ട് വാഹനങ്ങൾ നേരെ VK പടി കുളപ്പുറം ഭാഗത്തേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ഇതാണ് VK പടി അണ്ടർപാസ്. ഇത് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നേരെ കൊണ്ട് കടന്നു കഴിഞ്ഞാൽ മമ്പുറം മക്കാമാണ്. അണ്ടർപാസിൻ്റെ മുകൾ ഭാഗം കേട്ടോ. ഇവിടുന്ന് നേരെ നോക്കിയാൽ നിങ്ങൾ നേരെ അരീത്തോട് ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇനി മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ്. ദേശീയപാത 66ൻ്റെ വികസനത്തിൽ എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട് മണ്ണിന് ക്ഷാമമാണ്. പക്ഷേ KNRCLന് മണ്ണിന് ക്ഷാമമല്ല. വലുതായി എത്രങ്ങാനും സ്ഥലത്താണ് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോഡ് കണക്കിന് മണ്ണുകളാണ് ഓരോ സ്ഥലത്തും ഇവർ കൊണ്ടുവന്ന് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെയൊക്കെ വർക്കുകൾ നല്ല വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. VK പടി അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഡിവൈഡറിൻ്റെ വർക്കും അതുപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് സബ് ഗ്രേഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ GSBൻ്റെ വർക്കാണ് നടന്നിരിക്കുന്നത് കേട്ടോ. പൂർണ്ണമായിട്ട് 6 വരി പാതയുടെ വീതിയിൽ. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് WMBൻ്റെ വർക്ക് നടക്കാനുള്ളത്. അതുകൂടാതെ 2 ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നല്ല വേഗതയിലാണ് ഓരോ ഭാഗത്തും KNRCL വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 പടിക്കൽ മുതൽ VK പടി വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.